ഹലോ ഗായ്സ്, ഞാൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആദ്യം അമ്മയച്ഛനും അറിഞ്ഞില്ലല്ലോ, അറിയാതല്ലേ വന്നത്. അപ്പം അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തന്ന അവിയലും മോരും പിന്നെ ഇച്ചിരി ഉള്ളിക്കറി പിന്നെ കാന്താരിയൊക്കെ വെച്ച് അരച്ച ചമ്മന്തി. ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. കുറച്ചും കൂടി മോര് വയ്ക്കട്ടെ. മോര് ഭയങ്കര ഞാൻ വരുമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നല്ലോ. അറിയുമായിരുന്നെങ്കിൽ മീൻ ഉറപ്പായിട്ടും മീൻ വറുത്തത് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, എൻ്റെ പപ്പ എനിക്കൊരു മുട്ട വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വാവ്, നല്ല സ്മെൽ. അപ്പം അതിലൊരു പീസ് എടുക്കാം അല്ലേ. അപ്പം അതിലൊരു പീസ്. ഓക്കെ ഗൈസ്, അപ്പം മുട്ടയും കൂടെ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിക്കാനായിട്ട് പോവാണ്. നല്ല നാടൻ മുട്ട. ഓക്കെ, നല്ല നാടൻ മുട്ട വറുത്തതും അവിയലും ഉള്ളിക്കറിയും കാന്താരിയൊക്കെ ഇട്ട് അരച്ചെടുത്ത തേങ്ങാ ചമ്മന്തിയും പിന്നെ നമ്മുടെ നാടൻ മോരും ഒരു കറി. അപ്പോൾ ഇത്രയും കൂടെ കൂട്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം കഴിക്കുന്ന എൻ്റെ ഊണാണ്. ഓ കഴിച്ച് നോക്കട്ടെ. അടിപൊളി കാര്യം, സൂപ്പർ അവിയൽ. മുട്ടയ്ക്കകത്ത് നല്ല മുളകുണ്ട്. ഇത് കാന്താരി അല്ല, സാധാ മുളകാണ്. അതിന് നല്ല എരിവുണ്ട്. കൊള്ളാം. ഓഹോ, ഇത് നല്ല ഉണ്ടമുളകാണോ? കൊള്ളാലോ. ഓക്കെ ഗൈസ്, നോക്കിക്കോ. മോരും മുട്ടയും കാന്താരി ചമ്മന്തിയും മോര് ഉള്ളിക്കറി അരിയിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഓ സൂപ്പർ. നാടൻ ടേസ്റ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഓടി ഇങ്ങോട്ട് വന്നത്. നാട്ടിലെ ഭക്ഷണം അടിപൊളി മുളകാണല്ലോ. കിടില്ല. ഞാൻ രാവിലെ വന്നപ്പം അമ്മ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നായിരുന്നു. അത് അടിപൊളി ഉപ്പുമാവ്. നിങ്ങളുടെ അമ്മ നല്ല ഉപ്പുമാവ് ഉണ്ടാവും. കണ്ടല്ലോ, നല്ല എരിവുണ്ട് ആ മുളകിന്. നീണ്ട മുളകാണ്, പക്ഷെ ഉണ്ടമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ്. ക്രിസ്മസ് ലൈറ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഉണ്ടമുളകും കാന്താരി ചമ്മന്തി സൂപ്പർ.